ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിലേക്കും നമ്മുടെ വായനശാലകളിലേക്കും എല്ലാം ഒരു QR കോഡ് വരികയാണ്, ഒരു സ്കാനിങ് സംവിധാനം വരികയാണ്. അതായത് ലഹരിക്കെതിരായിട്ടുള്ള രഹസ്യ റിപ്പോർട്ട് ആരെങ്കിലും അവരെ തെറ്റ് ആയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയാൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ഒന്നും പറയണ്ട, ഒന്ന് ജസ്റ്റ് സ്കാൻ കോഡ് ചെയ്ത് പിന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി അന്വേഷിച്ച് അതിൽ കൃത്യമായി നടപടിയെടുത്ത് ആരാണ് പരാതിപ്പെട്ടതെന്നും ആരാണ് അറിയിച്ചതെന്നും പോലും ഇരുചെവി അറിയാതെ ഈ കാര്യങ്ങൾ കൃത്യമായി നടപടികളിൽ എത്തിക്കുന്ന വിധത്തിലുള്ളൊരു സംവിധാനം കൂടിയാണ് ഇവിടെ രാസലഹരിക്കെതിരായ രഹസ്യ റിപ്പോർട്ട് എന്ന രീതിയിൽ നാം കാണുന്നത്. വളരെ അപകടകരമാണ്. കാരണം ഞാനിത് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു 2 മാസം മുന്നേ ഞാൻ ഇടപെട്ടൊരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ ഇടപെട്ടത് ആ കുട്ടി +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാൻ പേരും ഐഡന്റിറ്റി ഒന്നും ഞാനിവിടെ പറയുന്നില്ല. നമ്മുടെ മണ്ഡലത്തിന്റെ പുറത്താണ് അവർ താമസിക്കുന്നത്, പക്ഷെ അവരുടെ ബന്ധുക്കളെല്ലാം നമ്മുടെ മണ്ഡലത്തിനകത്താണ്. അവരുടെ കുട്ടിയുടെ അമ്മാവനാണ് ഞാൻ ആദ്യം ബന്ധപ്പെട്ടത്. അപ്പോൾ ഇങ്ങനൊരു ഗ്യാങ്ങിന്റെ ഭാഗമായി പോയി, രാസലഹരിയുടെ അടിമപ്പെട്ടുപോയി. ആ കുട്ടിക്ക് ഈ വർഷത്തെ +2 പരീക്ഷ തന്നെ എഴുതാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു സെല്ലിൽ തന്നെ അടക്കപ്പെടേണ്ടി വരും നമ്മുടെ ജില്ലക്ക് പുറത്തുള്ള. കാരണം മാനസിക നില തെറ്റി മിടുക്കിയായി 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ച ഒരു മകളാണ്. ആ അമ്മയുടെ കണ്ണീര് നേരിട്ട് കണ്ട ഒരാളാണ്. ആ കണ്ണുനീര് ഒരുപക്ഷെ നമ്മളിലേക്കെല്ലാം സ്പർശിക്കുന്നത് അത് ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണീരായിട്ടാണ്, അത് എന്റെ വീട്ടിലെ കണ്ണീരായിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ ലഹരി കൊണ്ട് ഏത് ഗ്യാങ്ങിലേക്ക് നിങ്ങളെ വിളിച്ചാൽ ഒരു നേട്ടവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ രാസലഹരിയൊക്കെ ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞു പോകരുത് എന്നാണ് ഇതിന്റെ കണക്ക്. കാരണം ആധികാരികമായി അറിയുന്നവർ മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞ, ഈ കേസിൽ തന്നെ ഉൾപ്പെട്ട ഡോക്ടർമാർ പറഞ്ഞത് ഈ രാസലഹരിയെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ തന്നെ ഡെത്തായി പോവാണെന്നാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും. എനിക്കിപ്പോൾ പ്രസംഗിക്കണമെന്ന് എന്നോട് പറയുന്നത് എന്റെ ബ്രെയിനാണ്, ഇവിടെ ഇരിക്കണമെന്ന് നിങ്ങളോട് പറയുന്ന ബ്രെയിനാണ്, നിങ്ങളുടെ കൈ ഉയർത്തണം എന്ന് പറയുന്നത് തലച്ചോറ്. ആ തലച്ചോറ് ഡെത്തായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ?